ചെന്നൈ കളിച്ച് ജയിച്ചപ്പോൾ പോയിന്റ് ടേബിളിൽ വലിയ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. ചെന്നൈ RCB ടീമുകൾക്ക് സന്തോഷ വാർത്തയാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ IPLലെ ലേറ്റസ്റ്റ് പോയിന്റ് ടേബിളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ലക്നൌവിന് 4 പോയിന്റ് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ മുംബൈ ഇന്ത്യൻസിനും 4 പോയിന്റാണ്. മുംബൈ ഇന്ന് കളി തോറ്റതുകൊണ്ട് ഇനി അവർക്ക് ഒരിക്കലും പ്ലേ ഓഫിലെത്താൻ സാധിക്കില്ല. മുംബൈ പ്ലേ ഓഫ് കാണാതെ പുറത്തായിരിക്കുകയാണ്. ഇനി 8ാം സ്ഥാനത്തുള്ള കൊൽക്കത്തയ്ക്കാകട്ടെ ഇനി വരുന്ന എല്ലാ മാച്ചിലും ജയിച്ചാൽ മാത്രമേ പ്ലേ ഓഫിലെത്താൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് കൊൽക്കത്തയും പുറത്തായെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നിലവിൽ 1ാം സ്ഥാനത്ത് 13 പോയിന്റോടെ പഞ്ചാബുണ്ട്. 2ാം സ്ഥാനത്ത് RCB ആണ്. അവർക്ക് 12 പോയിന്റ് ഉണ്ട്. ഹൈദരാബാദിനും 12 പോയിന്റ് ഉണ്ട്. ഹൈദരാബാദാണ് 3ാം സ്ഥാനത്ത്. ഇതേസമയം രാജസ്ഥാൻ 4ാം സ്ഥാനത്ത് ഉണ്ട്. രാജസ്ഥാന് 12 പോയിന്റ് ഉണ്ട്. ഈ 4 ടീമുകളാണ് ഇപ്പോൾ പ്ലേ ഓഫിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നത്. പക്ഷേ നിലവിലിനി പ്ലേ ഓഫിൽ സാധ്യതയുള്ളത് ഗുജറാത്ത്, ഡൽഹി, CSK ഈ 3 ടീമുകൾക്കാണ്. ഗുജറാത്തിന് 10 പോയിന്റ് ഉണ്ട്. അതുകൊണ്ട് അവർക്കും ഇനി പ്ലേ ഓഫിലെത്താം. അതുപോലെ ഡൽഹി ടീമിന് 8 പോയിന്റ് ഉണ്ട്. അവർക്കും പ്ലേ ഓഫിലെത്താം. നിലവിൽ ഇന്നത്തെ കളി ജയിച്ചപ്പോൾ ചെന്നൈ ടീമിന് വലിയ സന്തോഷ വാർത്തയാണ് എത്തിയിരിക്കുന്നത്. ചെന്നൈക്ക് ഇപ്പോൾ 8 പോയിന്റ് ഉണ്ട്. അതുകൊണ്ട് ചെന്നൈയുടെ പ്ലേ ഓഫ് സാധ്യത കൂടിയിരിക്കുകയാണ്. ചെന്നൈക്ക് ഇനി വരാനിരിക്കുന്ന മാച്ചിൽ നോക്കി കളിച്ചാൽ ഈസി ആയിട്ട് പ്ലേ ഓഫിലെത്താം. നിലവിൽ ഏകദേശം പുറത്തായ ടീമുകളെ നോക്കിയാൽ ലക്നൗ, മുംബൈ, കൊൽക്കത്ത ഇവർക്കിനി പ്ലേ ഓഫിലെത്താൻ സാധ്യത തീരെ കുറവാണ്. ചെന്നൈ ഇതുപോലെ അവസാന നിമിഷം കളി ജയിച്ച് പ്ലേ ഓഫിലെത്തിയ ചരിത്രം ചെന്നൈക്കുണ്ട്. അതുകൊണ്ട് സഞ്ജുവിലാണിപ്പോൾ എല്ലാ പ്രതീക്ഷയും. വരാൻ പോകുന്ന മാച്ചിൽ സഞ്ജു മികച്ച കളി ആവർത്തിച്ച് ചെന്നൈ ടീമിനെ ജയിപ്പിച്ചാൽ ഉറപ്പായിട്ടും പ്ലേ ഓഫിൽ ചെന്നൈ ഉണ്ടായിരിക്കും. പഞ്ചാബിനും RCBക്കുമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്ലേ ഓഫ് പ്രതീക്ഷയുള്ളത്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.